ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ ദുർബലമായിരുന്നെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 80 പോയിന്റ് ഉയർന്ന് 24,274 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. NTPC, ബജാജ് ഫിനാൻസ്, മാരുതി സുസുക്കി, കോട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിലും അൾട്രാടെക് സിമന്റ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഏഷ്യൻ പെയിന്റ്, ഭാരതി എയർടെൽ, SBI തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലും ക്ലോസിംഗ് നൽകി. രൂപയുടെ മൂല്യം 84.47 എന്ന ലെവലിലേക്കെത്തി. സെക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂ യൂട്ടിലിറ്റീസ്, പവർ, ഇൻഡസ്ട്രിയൽ, ക്യാപിറ്റൽ ഗുഡ്സ്, PSU തുടങ്ങിയ സെക്ടറുകളിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായപ്പോൾ റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, എനർജി, കൺസ്യൂമർ ഡ്യൂറബിൾ തുടങ്ങിയ സെക്ടറുകൾ ഇന്ന് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് 10% ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ വീക്ക്നെസ് വന്നത്. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 0.01, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.71% ഉയർന്നു. യൂട്ടിലിറ്റി സെക്ടർ 1.43, ഇൻഡസ്ട്രിയൽ സെക്ടർ 1%, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടർ 0.82, PSU 0.58% ഉയർന്നപ്പോൾ റിയാലിറ്റി 0.8, ഓയിൽ ആൻഡ് ഗ്യാസ് 0.4, ഹെൽത്ത് കെയർ 0.3% ഇടിഞ്ഞു. ഇന്ന് ഏറ്റവും മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നത് അദാനി സ്റ്റോക്കുകളിൽ തന്നെയായിരുന്നു. അദാനി എൻ്റർപ്രൈസസ് 11%, അദാനി പോർട്ട് 7% ഉയർന്നു. ട്രെൻഡ് 2.8, BEL 2.35% ഉയർന്നു. അതേസമയം അപ്പോളോ ഹോസ്പിറ്റൽ 1% ഇടിഞ്ഞു. ടൈറ്റാൻ, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളും 1% ഇടിഞ്ഞു. പ്രധാനമായും ഇൻഡെക്സിനെ സംബന്ധിച്ച 24,500, 24,400 തുടങ്ങിയ ലെവലുകൾ ഇൻഡെക്സിനെ സംബന്ധിച്ച പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. അതേസമയം 24,000, 23,900 തുടങ്ങിയ ലെവലുകൾ ഇൻഡെക്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി വരും സമയങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. 24,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആകുന്നിടത്തോളം കാലം ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾക്ക് സ്റ്റോക്കുകൾ അക്കോമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് അദാനി സെക്ടർ. അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിലെ കമ്പനികളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇന്ന് അദാനി ഗ്രീൻ എനർജി 16% ഉയർന്നു. അദാനി ടോട്ടൽ ഗ്യാസ് 16%, അദാനി പവർ 19% ഉയർന്നു. അദാനി സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം മുമ്പ് ആരോപിക്കപ്പെട്ടതുപോലെ തന്നെ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ തുടങ്ങിയ അദാനി ഗ്രൂപ്പിലെ കീ ഒഫീഷ്യൽസിനെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിൽ പ്രധാന കാരണമായി. കൂടാതെ അദാനി എൻ്റർപ്രൈസസ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ഏപ്രിൽ മൂൺ റിട്ടെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴിയും കോക്കോ കാർട്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 74% സ്റ്റേക്ക് അക്വിസിഷൻ നടത്തുകയും ചെയ്തു. അദാനി പോലെ തന്നെ സ്വിഗ്ഗി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും ഇന്നത്തെ ദിവസം ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. സ്വിഗ്ഗി 9% ഉയർന്ന് 505 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 391, 52 വീക്ക് ഹൈ 508. സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതാണ്. പ്രമുഖ ബ്രോക്കേജ് ഫിമായ HDFC സെക്യൂരിറ്റീസ്, മോത്തിലാൽ ഒസ്വാൾ, JM ഫിനാൻഷ്യൽ തുടങ്ങിയവയെല്ലാം പോസിറ്റീവ് കവറേജ് നൽകി തുടങ്ങിയിട്ടുണ്ട്. UBSൻ്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനിക്ക് ബൈ എന്ന റേറ്റിംഗും 515 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആൻഡ് ക്വിക്ക് കൊമേഴ്സ് സെക്ടറിലെ എക്സ്പാൻഷൻ്റെ ബെനിഫിറ്റ് ഈ കമ്പനിക്ക്, അതായത് സ്വിഗ്ഗി എന്ന കമ്പനിക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് ഉയർന്നതാണ്. ബിസിനസ് മോഡൽ ഓൺലൈൻ ഫുഡ് ഡെലിവറിയും ക്വിക്ക് കൊമേഴ്സ് ബിസിനസ്സും സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ലഭിക്കുന്ന ബിസിനസ്സും ലോങ് ടൈമിൽ എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റിയും ഉള്ളതാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് UBS ബൈ എന്ന റേറ്റിംഗും സ്റ്റോക്കിന് 515 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. HDFC സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗും 470 രൂപയുടെ ടാർഗറ്റ് നൽകി. ഇവിടെ സ്വിഗ്ഗിയും സൊമാറ്റോയും ഫുഡ് ഡെലിവറി മാർക്കറ്റിൽ ഡ്യൂയോപ്പൊളി എൻജോയ് ചെയ്യും. ഈ രണ്ട് കമ്പനികളിലും വളർച്ചയുണ്ടാകുമെന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മോത്തിലാൽ ഒസ്വാളും ബൈ എന്ന റേറ്റിംഗും 575 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഫുഡ് ഡെലിവറി, ഗ്രോസറി ഷോപ്പിംഗ്, ലൈഫ് സ്റ്റൈൽ സർവീസ് എന്നിവയിൽ വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് കമ്പനി പ്രൊഡക്റ്റുകൾ കൺസ്യൂമറിലേക്ക് അവരുടെ ഫുഡ് ഡെലിവറി ആപ്പിനോടൊപ്പം തന്നെ ക്വിക്ക് കൊമേഴ്സ് ആപ്പ് വഴിയും അല്ലെങ്കിൽ ക്വിക്ക് കൊമേഴ്സ് ആപ്ലിക്കേഷൻ വഴിയും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്.
മാക്വറി സ്റ്റോക്കിന് അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് 325 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടിയേ 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടിയേ കമ്പനിയുടെ എബിറ്റ ബ്രേക്ക് ആകൂ എന്നാണ് മാക്വറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഈ സ്റ്റോക്കുകളിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ സ്റ്റോക്കിൽ ഫോം ചെയ്യുകയും ചെയ്തു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 470 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 470 എന്ന സപ്പോർട്ടിനെ അല്ലെങ്കിൽ 450 എന്ന ലെവലിലെ സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്